കൊക്കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. അവിടെ എന്താണുള്ളത്? അവിടെ ഒരു നമ്മുടെ പുലയ റാണി നാട് ഭരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കൊക്കോതമംഗലം എന്ന് പറഞ്ഞാൽ കോതറാണി വാണിരുന്ന നാടാണ്. ചരിത്രമാണത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ കൊക്കോതമംഗലം എന്ന് പറഞ്ഞാൽ മുണ്ടയില കഴിഞ്ഞിട്ട് ആ ഇറങ്ങിപ്പോന്ന് തേര് കയറുന്ന അവിടെയാണ് കൊക്കോതമംഗലം. ഈ കോതറാണി എന്ന് പറഞ്ഞാൽ പുലയനാർകോട്ട രാജാവിൻ്റെ സഹോദരിയാണ് അവര്. അത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. കോതറാണി ഇപ്പോഴും നമുക്ക് അവരെ അകറ്റിയല്ലേ നിർത്തണം. അവർ ഈ നാട് ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആയെന്നുള്ളതാണ്. അവരെ ആളുകളെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള കംപ്ലീറ്റ് പേര് അവർ ഭരിച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാം. ഇപ്പം ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ എത്തിയിരിക്കുന്ന സ്ഥലം ഉറിയാക്കോട് എന്ന് പറയും. ഇവിടെ നേരത്തെ ഒന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അടുത്ത് ഇവിടെ ആയില്യം സലൂണിലെ ബിജുവിനെ കണ്ടാൽ മതി, ഉറിയാക്കോടിനെ കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് അറിയാം. ഇവിടെ പറഞ്ഞു തരാൻ പ്രാപ്തിയുള്ള ഒരേ ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞു. സംഭവം ശരിയാണോ എന്നറിയില്ല. ഇവിടെ ബിജു ഇവിടെ നാട്ടുകാരൻ വർഷങ്ങളായിട്ട് ഇവിടെ ജനിച്ച സ്ഥലമാണ്. അല്ല, ഇവിടെ സലൂൺ നടത്തുന്ന ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ നാടുമായിട്ട് നല്ല ആത്മബന്ധമുള്ള ഒരു മനുഷ്യനാണ് എന്നത് തെറ്റില്ല. ശരി. അപ്പോൾ ഈ ഉറിയക്കോട് ആണ്. ഉറിയക്കോട് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കുറ്റിച്ചെലുന്ന് ഇങ്ങോട്ട് വരുന്നു, അല്ല പൂവച്ചെലുന്ന് വരുന്നു, വെള്ളനാടേക്ക് പോകുന്നു. അതിനിടയിലാണ് തിരുവനന്തപുരം പോകും. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും പോകാം പേയാട് വഴി. അപ്പോൾ അവിടെയാണ് ഈ ഉറിയാക്കോട് എന്ന് പറയുന്ന സ്ഥലം. ഉറിയാക്കോടാണ്. ഉറിയാക്കോട് എന്നുള്ള പേരെങ്ങനെ വന്നു? ഇവിടെ പണ്ട് കാലങ്ങളിൽ ഉറിയടികളുടെ നാടായിരുന്നു എന്നാണ്. ശരി. വലിയ മത്സരം, ഉറിയടി മത്സരം ഉണ്ടായിരുന്നു. തെക്കുന്നൊക്കെ ഇവിടെ ആളുകൾ മത്സരത്തിന് വരും. അത് ശരി. ഇവിടെ ഒരു പാണ്ടിമാവ് ഉണ്ടായിരുന്നു, അതിലാണ് ഉറിയടി. അങ്ങനെയാണ് ഉറിയാക്കോട് എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. വർഷങ്ങൾ നമ്മളെ അച്ഛനപ്പൂമാരെ ആ കാലത്തിലാണ്. അന്ന് ഉറിയടിയൊക്കെയാണ് അന്നത്തെ വലിയ എന്റർടൈൻമെന്റ്. അന്ന് ഒളിമ്പിക്സ് ഒന്നും ഇല്ലല്ലോ. അവിടെ തെക്കുന്നൊക്കെ ആളുകൾ ഇവിടെ മത്സരത്തിന് വരുമായിരുന്നു. അന്നത്തെ വേൾഡ് കപ്പ് ഉറിയാടി മത്സരമൊക്കെ ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അതെ, അങ്ങനെയാണ് ഉറിയക്കോട് എന്നുള്ള പേരുണ്ടായത്. അപ്പൊ ഈ ഓരോ പേര് വന്നതിന് ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഉറിയക്കോട് പൊതുവെ കാർഷിക പ്രദേശമാണോ? കാർഷിക പ്രദേശം. കൃഷിയാണ് ഇവിടെയുള്ള ആളുകൾ. ഈ നാടിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഇപ്പോഴത്തുള്ള എന്താണ് മനസ്സിലാക്കിയത് നാടിനെ കുറിച്ച്? ഇതിന്റെ ഉള്ളറിയുമ്പോൾ എന്താണ് പറയാനുള്ളത്? നല്ല മതസൗഹാർദ്ദം ഉള്ള നാടാണ്. രാഷ്ട്രീയം, അതായത് ഇവിടെ തന്നെ നോക്കിയറിയാം. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. കൊടികൾ 3 പേരും 3 കൊടിയും ഇങ്ങനെ ചേർന്നിരിപ്പുണ്ട്. വേറെ ഒരിടവും കാണാത്ത കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിനൊരു അടി, സഹവർത്തിത്വമുണ്ട്. എല്ലാവരും ഭയങ്കര രാഷ്ട്രീയപരമായിട്ട് നല്ല വാശിയാണ്. പക്ഷെ ആരും അതിര് വിട്ടുള്ള ഒന്നിനും പോകില്ല. വാശിക്ക് ഒരു ശകലം പോലും കുറവില്ല. ഭയങ്കര മത്സരമാണ് ഇവിടെ. അതിന് പരിധിയിൽ അപ്പുറത്തോട്ട് പോകില്ല. ഇനി അഥവാ ആരെങ്കിലും പോയാൽ തന്നെ നാട്ടുകാർ പാടില്ല എന്നുള്ള ഒരു പൊതുവെ അങ്ങനെ ഒരു ബോധമുണ്ട്. ഈ നാടിനെ കുറിച്ച് വേറെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചരിത്രപരമായി വേറെ എന്തെങ്കിലും പ്രാധാന്യം, ഉറിയടിയുടെ പ്രാധാന്യം അല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ? കഥകളിയൊക്കെ കൊണ്ട്, കഥകളി ക്ഷേത്രം, നമ്മുടെ കുണ്ണൂർ ക്ഷേത്രം, ഉറിയാക്കോട് ക്ഷേത്രം, അത് വെളിയിൽ നിന്നല്ല, ഇവിടെ ഉള്ളവർ തന്നെയാണ്. സാധാരണ വെളിയിൽ നിന്നൊക്കെ അല്ലേ. ഇതിവിടെ കഥകളിക്കുള്ള ആളും ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ കലാകാരന്മാരുണ്ടായിരുന്നു. കഥകളിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. ഉറിയക്കോടിന് അങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഈ പരിസരങ്ങളിലൊക്കെ മറ്റു അഭിനയ രംഗത്തൊക്കെ ഉള്ള പല കലാകാരന്മാരുണ്ട്. ഉണ്ട്. നാടക നടന്മാര്, സിനിമ നല്ല കഥാകൃത്തുകളൊക്കെ ഉണ്ടായിരുന്നു. കലയിൽ നല്ല മുന്നിട്ട് നിന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴും. അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ഷാജി എന്ന് പറയും, ഇവിടെ ഒരു നിർമ്മാതാവ് പുതിയതായിട്ട് ഉണ്ട്. പിന്നെ നല്ല സ്ഥാപനങ്ങളൊക്കെ, നമ്മൾ അറിയപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ, പങ്കജകസ്തൂരി തൊട്ടടുത്താണ്. ഇതൊക്കെ നമ്മുടെ അഡ്രസ്സുകളാണ്. EMS ഒക്കെ, സാരാഭായ്, പിന്നെ വിശ്വദർശിനിയുണ്ട്, ഡെയിൽ വ്യൂ, അതൊക്കെ നമ്മുടെ അഡ്രസ്. ഇവിടെ എല്ലാം അത്തരത്തിലുള്ള നല്ല സ്ഥാപനങ്ങൾ കുറേ ഉണ്ട്.
പിന്നെ വെള്ളനാട് എന്ന മിത്രനികേതൻ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള നല്ല പ്രദേശങ്ങളിലൊക്കെ ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഒരു നാടാണ് ഉറിയക്കോട്. വാശിയോടെ ഉറിയടി നടത്തുമെങ്കിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈവയ്ക്കാറില്ല. കുടത്തിന് നേരെ അടിക്കും, അല്ലാതെ ആളുകളെ അടിക്കുന്ന സ്വഭാവമുള്ളവരല്ല. പിന്നെ എങ്ങനെയുണ്ട് ആളുകൾക്ക്, ഇവിടെ ഉള്ള ആളുകളുടെ ഒക്കെ മുടി പഠിക്കുന്നവർക്ക് അങ്ങനൊരു പാട്ടുണ്ടല്ലോ, ബാർബറാം ബാലൻ എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പോകുന്നു കാര്യങ്ങൾ അല്ലേ? ഇതൊരു ഇതുകൊണ്ട് തന്നെയാണ് കുടുംബം പോറ്റുന്നത്. മക്കളൊക്കെ കുടുംബം 2 മക്കള് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവര് പഠിക്കുന്നു, നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നു. സമയം കിട്ടുമ്പോൾ സാമൂഹ്യപരമായ സാമൂഹ്യ പ്രവർത്തനം നടത്തും. അത് വേണ്ടി വന്നാൽ. അപ്പോൾ പണിയല്ല പ്രധാനം. പണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാറില്ലല്ലോ. ആത്മാർത്ഥമുള്ള ഒരു പൊതുപ്രവർത്തനം അങ്ങനെ ഇരിക്കാമല്ലോ. ഒരു വണ്ടി ഇടി കിടന്നു, നമ്മളവരെ കൊണ്ട് രക്ഷപ്പെടുത്തും. നമ്മളെ ചാടി ഇറങ്ങും, നമ്മളെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടില്ല അത്തരം എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിരിക്കായിരുന്നു? ഇല്ല, ചായ കുടിക്കാൻ. അത്രേ ഉള്ളൂ. നമ്മൾ ഉറിയക്കോടിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ കുറച്ച് ഇങ്ങനെ കൊച്ചു കവിതയൊക്കെ. ഉറിയടിക്ക് പുലികളിക്ക് കരിയില മാടം കളിക്ക് തുടിതാളമിട്ടൊരു നാട്, പണ്ട് തുടിതാളമിട്ടൊരു നാട്. അപ്പൊ അതിൽ ഞാൻ ഈ കോതറാണിയുടെ കാര്യം കൂടെ പറഞ്ഞു. കോതമംഗലം എത്ര ദൂരമുണ്ട് ഇവിടെ? കോതമംഗലം ഇവിടെ നിന്നൊരു 6 കിലോമീറ്റർ, 6-5 കിലോമീറ്റർ. ഏത് റൂട്ടാ? വെള്ളനാട് റൂട്ടോ? വെള്ളനാട് നിന്ന് നെടുമങ്ങാട് റൂട്ട്. വെള്ളനാട് നെടുമങ്ങാട് കോതമംഗലം. അടുത്ത യാത്രയിൽ നമുക്ക് മുണ്ടയില കഴിഞ്ഞിട്ട് അടുത്ത നമ്മളത് പിടിക്കും. അടുത്ത പ്രാവശ്യം അവിടെ പോവാണ്ട സ്ഥലമാണ്. നമ്മൾ ഈ ഉറിയക്കോട് ജംഗ്ഷനും കൂടെ വെളിയിൽ നിന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സമയമാവും. വെള്ളിലോട്ട് ഇവിടെ നിന്ന് മേലോട്ട് കണ്ട ഡെയിൽ വ്യൂ അല്ലേ? ഇവിടെ നിന്ന് ഡെയിൽ വ്യൂലോട്ട് പോവാം. ഇതാണ് കാട്ടാക്കട. മറ്റേ ഇത് നെടുമങ്ങാട്, അത് തിരുവനന്തപുരം. ഇതിങ്ങനെ കാട്ടാക്കട. ഇവിടെ നല്ല റോഡുകളാണ്. നല്ല റോഡ്, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം വികസിതമായ സ്ഥലമാണ്, വാഹനങ്ങളായാലും ഇല്ല അല്ലേ? അപ്പം അങ്ങനെ ഞങ്ങൾ ഉറിയക്കോടും കണ്ടു. ഇപ്പം നമ്മൾ ഇനി അടുത്ത് വരുമ്പോൾ ഇതായിരിക്കില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ MLA പറഞ്ഞ് ഇവിടെ ഈ വളവ് ഒന്ന് നൂത്ത് തരണം, നമ്മളെ ജംഗ്ഷൻ ഡെവലപ്പ് ആക്കണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ MLA ഇപ്പം ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 2.5 ലക്ഷം രൂപ, 2.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വളവ് നൂരിട്ട് മാത്രമല്ല, നമ്മൾ പറഞ്ഞതിന് കബഡിയാറ് പോലെയൊക്കെ ഇരിക്കണമെന്നാണ് MLA പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളെ ജംഗ്ഷനും കൂടെ നവീകരിക്കാൻ വേണ്ടിയാണ്. ശരി. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫൈ ആയ ഉറിയക്കോടിനെ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണട്ടെ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. നമസ്കാരം. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ.